കൊട്ടേഷൻ നൽകി ഭാര്യയെ കൊലപ്പെടുത്തിയെന്ന കേസിൽ രണ്ടാം പ്രതിക്ക് ജീവപര്യന്തവും കഠിന തടവും. ഭർത്താവ് ഉൾപ്പെടെ മറ്റു 3 പ്രതികളെ കോടതി വെറുതെ വിട്ടു. കടയ്ക്കൽ കുമ്മിൾ സ്വദേശി റംല ബീവിയെ പിഞ്ചുമക്കളുടെ മുന്നിലിട്ട് അതിക്രൂരമായി കുത്തി കൊലപ്പെടുത്തിയ കേസിലാണ് കൊട്ടാരക്കര അഡീഷണൽ സെഷൻസ് കോടതിയുടെ ഈ സുപ്രധാന വിധി. കേസിലെ രണ്ടാം പ്രതിയായ ചടയമംഗലം പോരേടം സ്വദേശി നവാസിനാണ് ജഡ്ജി TR റീനാദാസ് ജീവപര്യന്തവും 10 വർഷം കഠിന തടവും വിധിച്ചത്. കൊലപാതക കുറ്റത്തിന് ജീവപര്യന്തം തടവും 2 ലക്ഷം രൂപ പിഴയും ഭവനഭേദനത്തിന് 10 വർഷം കഠിന തടവും 1 ലക്ഷം രൂപ പിഴയുമാണ് ശിക്ഷ. പിഴ ഒടുക്കിയില്ലെങ്കിൽ പ്രതി 3 വർഷം കൂടി തടവ് ശിക്ഷ അനുഭവിക്കണം. അതേസമയം കുറ്റകൃത്യത്തിലെ ഗൂഢാലോചനയും കൊട്ടേഷനും സംശയാതീതമായി തെളിയിക്കാൻ കഴിയാതിരുന്നതിനാൽ കേസിലെ 1-ാം പ്രതിയും കൊല്ലപ്പെട്ട റംല ബീവിയുടെ ഭർത്താവുമായ ഷാജഹാൻ, മറ്റ് പ്രതികളായ അജി, ഷംസീർ എന്നിവരെ തെളിവുകളുടെ അഭാവത്തിൽ കോടതി വെറുതെ വിട്ടു. 2019 ഫെബ്രുവരി 24-നാണ് നാടിന് നടുക്കിയ ഈ കൊലപാതകം നടന്നത്. ഭർത്താവ് ഷാജഹാനുമായി പിണങ്ങിക്കഴിഞ്ഞിരുന്ന റംല ബീവിയും മക്കളും കൊട്ടാരക്കര കുടുംബക്കോടതി അദാലത്തിലെ തീർപ്പിനെ തുടർന്നാണ് ഷാജഹാന്റെ വീട്ടിൽ വീണ്ടും താമസം ആരംഭിച്ചത്. ഭാര്യയെ സംശയിച്ചിരുന്ന ഷാജഹാൻ ഇവരെയും മക്കളെയും വീട്ടിൽ നിന്ന് ഒഴിവാക്കുന്നതിനായി ഗൂഢാലോചന നടത്തുകയും ഷംസീർ വഴി നവാസിന് കൊട്ടേഷൻ നൽകുകയും ചെയ്തു എന്നായിരുന്നു പ്രോസിക്യൂഷൻ കേസ്. സംഭവ ദിവസം രാത്രി 9:15 വീട്ടിലെത്തിയ നവാസ് 6ഉം 12ഉം വയസ്സുള്ള മക്കളോടൊപ്പം TV കണ്ടുകൊണ്ടിരുന്ന റംല ബീവിയുടെ മുഖത്ത് മുളകുപൊടി എറിഞ്ഞ ശേഷം ക്രൂരമായി കുത്തി കൊലപ്പെടുത്തുകയായിരുന്നു. കടയ്ക്കൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴിയാണ് മരണം സംഭവിച്ചത്. 36 സാക്ഷികൾ ഉണ്ടായിരുന്ന കേസിൽ 10 തൊണ്ടിമുതലുകളാണ് കോടതി പരിശോധിച്ചത്. കടയ്ക്കൽ പോലീസ് അന്വേഷണം നടത്തിയ കേസിൽ പ്രോസിക്യൂഷനു വേണ്ടി അഭിഭാഷകൻ DS സോനു ഹാജരായി. മുഖ്യപ്രതിയായ ഭർത്താവ് ഉൾപ്പെടെയുള്ള 3 പേരെ വെറുതെ വിട്ട കോടതി വിധിയിൽ മേൽക്കോടതിയിൽ അപ്പീൽ നൽകാനാണ് പ്രോസിക്യൂഷന്റെ തീരുമാനം. ന്യൂസ് ഡെസ്ക്, കൊട്ടാരക്കര മീഡിയ.